മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 32-ഉം 33-ഉം വാക്യങ്ങൾ. Acts of the Apostles, chapter 2, verses 32 and 33. ആ ഈശോയെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നമ്മെ സഹായിക്കുവാൻ എപ്പോഴും ഒരാൾ അദൃശ്യനായി നമ്മോടുകൂടി ഉണ്ടെന്നാണ് ക്രിസ്തീയ വിശ്വാസം. തിന്മയിൽ വീഴാതെ നന്മയുടെ പാതയിലേക്ക് നമ്മെ തിരിച്ചു നടത്തുന്ന ഈ അദൃശ്യ വ്യക്തിയെ ബൈബിളും സഭയും പരിശുദ്ധാത്മാവെന്ന് സംബോധന ചെയ്യുന്നു. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? പെന്തക്കോസ്ത് തിരുനാൾ ദിവസം ആദ്യ ശിഷ്യന്മാർ ആനന്ദാതിരേകത്താൽ നൃത്തം ചെയ്തു, അന്യഭാഷകൾ സംസാരിച്ചു. ഒരു വലിയ കൂട്ടം കാണികളായി വന്നുകൂടി. പത്രോസ് അവരോട് പരിശുദ്ധാത്മാവിനെ പറ്റി പ്രസംഗിച്ചു. ഈശോയെ വിശ്വസിച്ച് തന്നോട് ചേർന്ന് ജീവിക്കുന്ന വിശ്വാസിയെ സഹായിക്കുവാൻ രംഗപ്രവേശനം ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈശോ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമെന്ന് വിശ്വസിച്ചവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ അനുഭവമുണ്ടായത്. ഒരമ്മയും മകനും ഒരുമിച്ച് വരുമ്പോൾ സ്നേഹം അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ നാം ഈശോയുടെ അരികിൽ വിശ്വാസത്താൽ വളരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ആഗതനാകും. നാം ജീവിക്കുന്ന ഈശോയെ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് സന്തോഷവും സമാധാനവും ധീരതയും തരുന്നവനാണ്. പാപത്തെ ജയിക്കുവാനുള്ള ശക്തിയും ആത്മാവ് തരും. ഈശോ മിശിഹ നമ്മോടുകൂടെ ജീവിക്കുന്നു എന്ന വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ ഉണ്ടാകുവാൻ മുഖാന്തരമാണ്. ഈശോയോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഈശോയുടെ സാന്നിധ്യം വിശ്വസിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.